ലോക ക്രിക്കറ്റിന്റെ സ്ഥിരാകേന്ദ്രം ഇന്ന് ഏഷ്യയാണ്. സാമ്പത്തികമായും ആരാധക പിന്തുണ കൊണ്ടും ക്രിക്കറ്റ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണെന്നതിൽ തർക്കമില്ല. എന്നാൽ കളിമിടുക്കിന്റെയും ICC ട്രോഫികളുടെയും കാര്യം വരുമ്പോൾ ചിത്രം അല്പം ആശങ്കാജനകമാണ്. കഴിഞ്ഞ 4 വർഷത്തെ ICC ടൂർണമെന്റുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഏഷ്യൻ ക്രിക്കറ്റ് എന്നത് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് എന്നതിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ മാറ്റി നിർത്തിയാൽ മറ്റ് ഏഷ്യൻ ടീമുകൾ അന്താരാഷ്ട്ര വേദിയിൽ നേരിടുന്ന തകർച്ച ഭയാനകമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഏഷ്യൻ ടീമുകളുടെ പ്രകടനം താഴോട്ടാണെന്ന് കാണാം. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനൽ വരെ എത്തിയപ്പോൾ പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും സെമി കാണാതെ പുറത്തായി. 2024 T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ സെമിയിലെത്തി എന്നത് മാത്രമാണ് ഏകാശ്വാസം. എന്നാൽ പാകിസ്ഥാൻ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. 2025 ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ തന്നെയായിരുന്നു ജേതാക്കൾ. 2026 T20 ലോകകപ്പിൽ ഇന്ത്യക്ക് സൂപ്പർ 8-ൽ കാലിടറിയതോടെ സെമി ഫൈനൽ ലൈനപ്പിൽ ഒരു ഏഷ്യൻ സാന്നിധ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ്. ഏഷ്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭാരതത്തിന്റെ ചുമലിൽ മാത്രമായി ഒതുങ്ങുന്നു. മറ്റു രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പിന്നിലേക്ക് പോകുന്നത്? ഏഷ്യൻ ക്രിക്കറ്റിന്റെ പതനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് പാകിസ്ഥാനെ കുറിച്ചാണ്. ഒരു കാലത്ത് ലോകത്തെ ഏത് വമ്പന്മാരെയും അട്ടിമറിക്കാൻ ശേഷിയുണ്ടായിരുന്ന അൺപ്രഡിക്റ്റബിൾ ടീം എന്ന് വെറും ഒരു ശരാശരി ടീമായി മാറിയിരിക്കുന്നു. ബാബർ അസ്, മുഹമ്മദ് റിസ്വാൻ എന്നിവരെ അമിതമായി ആശ്രയിക്കുന്ന ബാറ്റിംഗ് നിര സമ്മർദ്ദഘട്ടങ്ങളിൽ തകർന്നടിയുന്നു. ടീമിനുള്ളിലെ പടലപ്പിണക്കങ്ങളും ക്രിക്കറ്റ് ബോർഡിലെ രാഷ്ട്രീയ ഇടപെടലുകളും ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുന്നുമുണ്ട്. 2024 T20 ലോകകപ്പിൽ അമേരിക്കയോട് തോറ്റത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. അഫ്ഗാനിസ്ഥാനോടും അയർലൻഡിനോടും തോൽക്കുന്ന അവസ്ഥയിലേക്ക് അവർ തരം താഴുകയും ചെയ്തു. മുൻ ലോക ചാമ്പ്യന്മാരായ ശ്രീലങ്കയുടെ അവസ്ഥയും പരിതാപകരമാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരു ICC ടൂർണമെന്റിന്റെ പോലും സെമി ഫൈനലിൽ എത്താൻ ലങ്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ലസിത് മലിംഗയ്ക്കും സംഘക്കാരയ്ക്കും ശേഷം ലോകോത്തര നിലവാരമുള്ള താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആഭ്യന്തര ക്രിക്കറ്റിലെ നിലവാരമില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും അവരെ വേട്ടയാടുന്നുമുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യമെടുത്താൽ വലിയ ടീമുകളെ അട്ടിമറിക്കുന്നവർ എന്ന ലേബലിൽ നിന്നും ഒരു കിരീടം നേടുന്ന ടീമിലേക്ക് വളരാൻ അവർക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷവും കഴിഞ്ഞിട്ടില്ല. ഷാക്കിബ് അൽ ഹസനെ പോലെയുള്ള സീനിയർ താരങ്ങൾ വിരമിക്കലിന്റെ വക്കിൽ നിൽക്കുമ്പോൾ പകരം വയ്ക്കാൻ മികച്ച യുവനിര അവർക്കില്ല. വെസ്റ്റ് ഇൻഡീസിനെ പോലെയോ സിംബാബ്വെ പോലെയോ ക്രിക്കറ്റ് ഭൂപടത്തിൽ നിന്നും ഈ രാജ്യങ്ങൾ അപ്രസക്തമാകുമോ എന്ന പേടി ആരാധകർക്കുണ്ട്. ഏഷ്യയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന ഏക ടീം അഫ്ഗാനിസ്ഥാനാണ്. സ്പിൻ ബോളിംഗിൽ ലോകത്തെ മുൻനിരയിലുള്ള അവർ 2024 T20 ലോകകപ്പിൽ സെമി ഫൈനലിലെത്തിയത് ഒരു വലിയ നേട്ടമാണ്. എങ്കിലും ഒരു ICC കിരീടം നേടാനുള്ള പക്വതയിലേക്കോ സ്ഥിരതയിലേക്കോ അവർ ഇനിയും ഉയരേണ്ടതുണ്ട്. പാകിസ്ഥാനെയും ലങ്കയെയും അപേക്ഷിച്ച് അവർക്ക് മെച്ചപ്പെട്ട വളർച്ചയുണ്ടെങ്കിലും അത് ഏഷ്യൻ ക്രിക്കറ്റിന്റെ ആകെത്തുകയായ തകർച്ചയെ മറികടക്കാൻ പര്യാപ്തമല്ല. ഏഷ്യൻ ക്രിക്കറ്റിന്റെ ആധിപത്യം തിരിച്ചുപിടിക്കാൻ ചില വിപ്ലവകരമായ മാറ്റങ്ങൾ ആവശ്യമാണ്. ഏഷ്യൻ കപ്പ് ടൂർണമെന്റുകൾ കൂടുതൽ ഗൗരവത്തോടെ നടത്തുകയും ഇന്ത്യയുമായി കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് അവസരം നൽകുകയും വേണം. IPL മാതൃകയിലുള്ള ലീഗുകൾ മറ്റ് രാജ്യങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും അത് മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുന്നില്ല. ഗ്രാസ് റൂട്ട് തലത്തിൽ മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കണം. പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ബോർഡുകളിൽ നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ ഏറ്റവും കരുത്തുറ്റ അംഗം എന്ന നിലയിൽ മറ്റ് രാജ്യങ്ങളിലെ ക്രിക്കറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ BCCI മുൻകൈ എടുക്കണം. ക്രിക്കറ്റ് ലോകത്ത് ഏഷ്യയുടെ സ്വാധീനം വെറും സാമ്പത്തിക ലാഭങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ സെമി ഫൈനലുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏഷ്യയിൽ നിന്നും ഇന്ത്യ മാത്രം പോരാടുന്നത് നല്ല സൂചനയല്ല. മറ്റ് ഏഷ്യൻ ടീമുകൾ അവരുടെ തകർച്ച തിരിച്ചറിഞ്ഞ് ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ലോക ക്രിക്കറ്റിന്റെ കളിത്തട്ടിൽ ഏഷ്യ ഒരു കാഴ്ചക്കാരൻ മാത്രമായി മാറിയേക്കാം. ഇന്ത്യയുടെ കരുത്ത് ഏഷ്യയ്ക്ക് അഭിമാനമാണെങ്കിലും ആ കരുത്ത് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമ്പോൾ മാത്രമേ ഏഷ്യൻ ക്രിക്കറ്റിന്റെ യഥാർത്ഥ ആധിപത്യം തിരികെ വരികയുള്ളൂ.